ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്നോട്ട് നമ്മൾ പുതിയൊരു അനിമി സ്റ്റാർട്ട് ചെയ്യാണ്. അനിമിയുടെ പേര് ഡെവിൽ മേ ക്രൈ എന്നാണ് പേര്. അപ്പോൾ പലരും ചോദിക്കും ദ ഡെയിലി ലൈഫ് ഓഫ് ദ ഇമ്മോർട്ടൽ കിങ് എവിടെയാണെന്ന്. അതിന് ഈ എപ്പിസോഡ് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ എപ്പിസോഡ് ഇടുന്നതായിരിക്കും. പിന്നെ വിൻ ബ്രേക്കർ അത് വീക്ക്ലി ഒരു ദിവസം റിലീസ് ആവുന്ന, അപ്പോൾ അത് റിലീസ് ആവുന്ന അന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിടുന്നതായിരിക്കും. പിന്നെ സ്പൈക്സ് ഫാമിലി ഇപ്പോൾ കറന്റ് നിർത്തി വെച്ചൊക്കെയാണ്, അത് ഞാൻ പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഡെവിൽ മേ ക്രൈ എന്ന് പറഞ്ഞ അനിമി ഒരു വേറെ ലെവൽ അനിമിയാണ്. കണ്ടുവരുന്നപ്പോൾ സമയം പോയി അറിഞ്ഞതുപോലും ഇല്ല. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം തുടങ്ങാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കുറേ റെക്കമെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അടുത്ത വീഡിയോ വെച്ചാൽ മോട്ടീവ് ആയിരിക്കും. സോ ലെറ്റ്സ് strike and throw it. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു മ്യൂസിയം കാണിക്കുകയാണ്. ഇപ്പൊ മ്യൂസിയത്തിൽ മൊത്തം കുറെ ഗാർഡ് കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നതിന് ശേഷം ആ ഗാർഡുകൾ കൊന്നതിന് ശേഷം ആ ഒരു മ്യൂസിയത്തിന് അത് കയറി പോവുകയാണ്. ഇപ്പോഴാ വന്ന ആൾക്കാരാണെങ്കിൽ അവിടെ വന്നതിന് ശേഷം ആ മ്യൂസിയത്തിൽ നിന്ന് കുറെ സാധനം എടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിറകെ കൂടെ ഒരു മുയൽ വരികയാണ്. സംസാരിക്കുന്ന മുയലാണ് അവൻ. ആ മുയലോട് വന്നതിന് ശേഷം പറയാണ്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഒരേപോലെ ഒരേ ഡ്രസ്സ് ഇട്ട് നിങ്ങൾ ഇതിനെ മോഷ്ടിക്കാൻ വരുമെന്ന്. അപ്പൊ തന്നെ അവർക്കൊന്ന് അലേർട്ട് ആവുന്നുണ്ട്. ആ മുയൽ നേരെ ഗണ്ണ് കൈമേയുകയാണ്. അപ്പോഴാ മുയൽ പറയാണ്, ഏയ് പെട്ടെന്ന് ട്രിഗർ ആവില്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ അമേരിക്കൻസ് എന്ന് പറയാണ്. ആ മുയൽ ബോംബ് ഇട്ട് തകർത്തു കയറി വരിക, എല്ലാവരും അറിയിച്ചോണ്ട് മോഷ്ടിക്കുക, പിന്നെ വെറും 2.5 മില്യൺ വേണ്ടി ഇവിടെ മോഷ്ടിക്കാൻ വരിക. അപ്പോഴാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഗാർഡ്സ് ആ മുയലിനോട് ചോദിക്കുകയാണ്, അല്ല അതൊക്കെ നിനക്കെന്തിനാ അറിയാം? അപ്പൊ മുയൽ പറയണം, എടാ ഇത് മോഷ്ടിക്കാൻ നിങ്ങൾക്ക് ജോലി തന്നതേ ഞാനാടാ എന്ന് പറഞ്ഞ ശേഷം ആ മുയൽ അവിടെ സോഡ് എടുക്കുന്നുണ്ട്. ആ സോഡ് എടുക്കുമ്പോൾ തന്നെ ആ സോഡിന്റെ നിറം മാറിയതിനു ശേഷം ഒരു ഫ്ലെയിം പോലെ വരികയാണ്. എനിക്കറിയില്ല നരകത്തിൽ കയറാൻ ആവശ്യമുള്ള ഒരു വെപ്പൺ ഇത്ര സില്ലിയൊരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്നാൽ സംസാരിക്കുന്ന മുയൽ പറയാണ്, നിങ്ങൾ മനുഷ്യന്മാർക്ക് നരകം എന്താണെന്ന് അറിയില്ല. നരകം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യപ്പോഴേ ഒന്ന് ഈ സോഡ് എടുത്തേനെ. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരു ഗാർഡ് പറയുന്നുണ്ട്, എടാ മുയൽ തലയാ, ആദ്യം നിനക്ക് വേണ്ട സാധനം എടുത്തിടുന്ന പൊക്കോ, പക്ഷെ നമുക്ക് പേയ്മെന്റ് ആദ്യം താ. അപ്പൊ ശരി, നിങ്ങൾക്കുള്ള പേയ്മെന്റ് തന്നു കളയാം എന്ന് പറഞ്ഞ ശേഷം പേർക്കണമെന്നൊരുത്തന്നെ തല ഭയങ്കര ബ്രൂട്ടലി അവന് കയ്യുന്ന സോഡ് വെച്ച് വെട്ടുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗാർഡ്സിനെയും ആ മുയൽ ഭയങ്കര ബ്രൂട്ടലി ആ കയ്യുന്ന സോഡ് വെച്ച് കൊല്ലുകയാണ്. അപ്പോഴേക്കും അവിടെ വേറെ കുറെ ഗാർഡ്സ് വരുന്നുണ്ട്. ആ ഗാർഡ്സ് എല്ലാം ആ മുയൽ നേരെ ചുറ്റുമ്പം ആ മുയലൊരു കാര്യം പറയാണ്, ഇനി വരാൻ പോകുന്ന അത് ചെകുത്താന്റെ കാലഘട്ടമാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ നിങ്ങൾക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞ് ആ റാബിറ്റ് അവനെ കയ്യിലുണ്ടെന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൊത്തം പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന എല്ലാ ഗാർഡ്സും മരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു നിയോൺ സിറ്റി കാണിക്കുകയാണ്. ഇപ്പൊ റോഡിൽ കൂടെ ഒരു അമ്മയും കുട്ടിയും പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ തട്ടിയിടുമ്പോൾ അമ്മേനെ കയറുന്ന കുറെ സാധനം താഴെ വീഴുകയാണ് ബാഗിൽ നിന്നും. ആ അമ്മ താഴ്ന്ന സാധനം എടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞിന്റെ സ്ഥലത്ത് കുഞ്ഞു മാറിയതിനു ശേഷം അവിടെ വേറൊരു സംഭവം കുഞ്ഞിനെ പോലെ വന്നിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം ആ അമ്മ കുഞ്ഞിനെ അടുത്ത് വരുമ്പോൾ കുഞ്ഞിന്റെ ഒരു ടോയ് അങ്ങാറ്റം കിടക്കുന്ന കാണുകയാണ്. ആ ടോയ് എടുക്കാൻ വേണ്ടി അങ്ങാറ്റം പോകുമ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കുന്ന, അവർ തൊട്ട് പിറകിൽ കുറെ ഡീമൺസ് നിൽപ്പുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ ആ ഡീമൺസ് ആ അമ്മേനെ പിടിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്തുകൊണ്ട് ചെയ്തു, പക്ഷെ എന്നെ കുട്ടിയെ മാത്രം ചെയ്യരുത് എന്ന് പറഞ്ഞ ശേഷം അവർ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ തന്നെ പെട്ടെന്ന് ആരും പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് നോക്കുമ്പോൾ നമ്മൾ ഹീറോ ആണ്. വാടാ ചെല്ല കുട്ടികളെ, നിങ്ങളെ കൊല്ലാൻ വേണ്ടി നോക്കി നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്ന എല്ലാ ഡീമൺസിനെയും അവന്റെ കയ്യിൽ 2 പിസ്റ്റൾ വെച്ച് കൊല്ലുകയാണ്. എല്ലാ ഡീമൺസിനെയും അവൻ കൊന്നതിന് ശേഷം ഹീറോന്റെ അടുത്ത് ആ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നേക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഹീറോ പറയുന്നുണ്ട്, ഇല്ല എൻ്റെ ഒരു ക്ലയന്റ് ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന്റെ ഹെൽപ്പ് ഇവിടെ വന്നപ്പോഴേ നിങ്ങളെ കണ്ടത്. ക്ലയന്റോ ഹെൽപ്പോ, അപ്പോൾ താങ്കളുടെ ജോലി എന്താണ് എന്ന് അവർ ചോദിക്കുമ്പോഴാണ് ഹീറോ പറയുന്നത്, എന്റെ ജോലി ഞാൻ ഒരു ഡീമൺ ഹണ്ടർ ആണ്, ഞാൻ ഇപ്പോൾ ഇവിടെ കൊന്നില്ല, ഇവരൊക്കെ ഭയങ്കര ലോ ലെവൽ ഡീമൺസ് ആണ്. അങ്ങനെ ഹീറോ അവിടെ ഇരിക്കുന്ന കൊച്ചിനെ നോക്കുകയാണ്. പെട്ടെന്ന് ആ കൊച്ചൊരു ഡീമണായി മാറിയതിനു ശേഷം അവന് നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ അവന് ഗണ്ണ് ചെയ്ത് ഷൂട്ട് വരുമ്പോൾ തന്നെ ആ അമ്മ പെട്ടെന്ന് തന്നെ കൊച്ചിനെ കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. പെട്ടെന്ന് തന്നെ ഹീറോ അമ്മയെ ഫോളോ ചെയ്ത് പോകണം, പക്ഷേ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ തന്നെ അവർ രക്ഷപ്പെട്ട് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് വേറൊരു സീൻ കാണിക്കുകയാണ്. മറ്റേ റാബിറ്റ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഒരു മ്യൂസിയം, ആ മ്യൂസിയത്തിൽ നിന്നും ഒരു പ്രത്യേക ജീവി വെള്ളിയോട്ട് വരുന്ന പോലെ കാണിക്കുകയാണ്. ന്യൂസ് റിപ്പോർട്ട്സ് എല്ലാം പറയുന്നത് ഇതെന്തോ അയൺ ആൻഡ് എന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് മാത്രമേ അറിയുള്ളൂ അതൊരു ഡീമൺ ആണെന്ന്. എന്തിന് പൊളിറ്റീഷ്യൻസ് വരെ പറയുന്നത് അവരുടെ അയൽ രാജ്യമായിട്ട് റഷ്യ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചെറിയ കെണിയായിരിക്കും, ഇത് ഏതെങ്കിലും ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്, അല്ലാതെ ഡീമൺ അവിടെ നിന്ന് ആരും പറയുന്നില്ല. അപ്പോഴേ ന്യൂസ് ചാനൽ തന്നെ സംസാരിക്കുന്ന വേറൊരു ഇൻഫ്ലുവൻസർ പറയുന്ന, ഇത് റഷ്യയുടെ കെണിയോ കോപ്പോ ഒന്നുമല്ല, ഇത് ഡീമൺസ് ആണ്, ദൈവത്തിനെതിരായിട്ട് വരുന്ന ഒരു ഡീമൺ ആണിത്, അത് നരകത്തിൽ നിന്നാണ് വന്നേക്കുന്നത് എന്ന ഇൻഫ്ലുവൻസർ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും, അവിടെ ന്യൂസ് ചാനലിൽ ഇരുന്ന എല്ലാ ആൾക്കാരും അവനായിട്ട് വാരിക്കുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. പക്ഷെ വേറൊരു വകയിൽ എന്ന് പറയുമ്പോൾ US മിലിറ്ററിയിലെ ആൾക്കാരൊക്കെ പറയാണ്, അവർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് ഇത് ഡീമൺ അറ്റാക്ക് തന്നെയാണെന്ന്. അപ്പൊ US പ്രസിഡന്റ് ചോദിക്കുകയാണ്, ഇത് തന്നെ ഡീമൺ അറ്റാക്ക് ആവും. അപ്പോഴാണെങ്കിൽ അവിടേക്ക് ഒരാൾ പറയുന്നുണ്ട്, അതെ അത് ഡീമൺ അറ്റാക്ക് തന്നെയാണ്, കാര്യം അവരുടെ DNA നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവരുടെ DNA ഹ്യൂമൻ DNA തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മളെ കാട്ടി മുമ്പേ ഡീമൺസിനെ പറ്റി ഈ ലോകത്ത് വേറൊരാൾ അറിഞ്ഞിട്ടുണ്ട്, അയാളാണ് ആ ഡീമൺസ് ലോകത്ത് നിന്നും ആ ഡീമൺ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോഴാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, നീ പറയുന്ന ഹെല്ലാണോ? അതെ, നരകം തന്നെയാണ്. ഈ ലോകത്തിൽ ഇഷ്ടംപോലെ ജാതിയുണ്ട്, അതിനൊത്ത് മതമുണ്ട്, എല്ലാ മതത്തിലും പല പല ദൈവങ്ങളാണ്, പക്ഷേ എല്ലാ മതത്തിലും ഒരു സംഭവമുണ്ട്, നരകവും സ്വർഗവും, അത് രണ്ടും എല്ലാ മതത്തിലും ഉണ്ട്. ഈ കറണ്ട് അറ്റ്മോസ്ഫിയറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മനുഷ്യന്മാർ മാത്രം ജീവിക്കുന്ന ഒരു ലോകം, മറ്റേത് ചെകുത്താന്മാർ മാത്രം ജീവിക്കുന്ന നരകവും. നമ്മുടെ യൂണിവേഴ്സ് പിന്നെ നരകത്തിലെ യൂണിവേഴ്സ് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് വെച്ച് ലോ ലെവലിലുള്ള ഡീമൺസ് മാത്രമേ നമ്മുടെ ലോകത്ത് വരാവുള്ളൂ, അല്ലാതെ പവർഫുൾ ഡീമൺസ് ഒക്കെ ആ ഒരു പോയിന്റ് തന്നെ ചക്ക ചെയ്യുന്നതും കാര്യം അവർക്ക് അകത്ത് വരാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾ സംസാരിക്കുന്ന ആൾ ചോദിക്കുകയാണ്, താങ്കൾ ആർക്കാണ് വർക്ക് ചെയ്യുന്നത്? അപ്പൊ അയാളാണെങ്കിൽ ഡാർക്കോം എന്ന് പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷനെ പറ്റി കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഇവർക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരാൾ ആ ഹോളിലോട്ട് ഒരു ഡിസ്കും കൊണ്ടുവരുന്നുണ്ട്. ആ ഡിസ്ക് പ്ലേ ചെയ്യുമ്പോഴാണ് മറ്റേ മുയല് ആദ്യം എന്ന കുറെ കള്ളന്മാരെ കൊല്ലില്ലേ, ആ ഒരു സീനാണ് അതിലുള്ളത്. അപ്പൊ അതിൽ ആ മുയൽ പറയുന്നുണ്ട്, ഞാൻ നരകത്തിലെ വാതിൽ തുറക്കാൻ പോവുകയാണ് എന്ന് പറയില്ലേ, ആ ഒരു കാര്യം ഇവർക്ക് ട്രിഗർ ആവുകയാണ്. അപ്പോൾ ഈ മുയലിനെ ആദ്യം
പിടിക്കണം, പക്ഷേ ഈ മുയലിനെ പിടിക്കണമെങ്കിൽ ഒരു വേട്ടക്കാരനും വേണം എന്ന് അവിടേക്ക് നമ്മൾ പറയുന്നുണ്ട്. ഇത് കേട്ട് പ്രസിഡന്റ് ആകെ ഫ്രസ്ട്രേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ വൈസ് പ്രസിഡന്റ് പറയാണ്, സാർ നരകവും ചെകുത്താനൊക്കെ ഈ ലോകത്ത് ഒറിജിനലുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മളെ എയിം എന്താ വെച്ചാൽ ഈ മുയലിനെ പിടിക്കണം. ഈ മുയലിനെ പിടിക്കാൻ വേണ്ടി ഈ ഒരു സിറ്റിയിൽ ഈ USA ഉള്ള എല്ലാ ഡീമൺ ഹണ്ടേഴ്സിനെയും പിടിക്കണം. അതിനുശേഷം അവരെ മിഷൻ പോലെ തന്നെ ആ ഒരു ചുറ്റുവട്ടത്തുള്ള എല്ലാ ഡീമൺ ഹണ്ടേഴ്സിനെ പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് കാട്ടിയത് ഹീറോനെ കാണിക്കുകയാണ്. ഇപ്പൊ ഹീറോ ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒരു പാർലറിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ അവൻ കഴിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ എന്തോ ഒരു ഗ്യാസ് ലോറി എടുത്ത് ആരും എറിയുകയാണ്. പെട്ടെന്ന് അവൻ പോയിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഗ്യാസ് വീഴുന്നതും ആ പാർലർ മൊത്തം പൊട്ടിത്തെറിച്ച് അകത്ത് തകർന്നു പോവുകയാണ്. അവിടേക്ക് ആൾക്കാരുടെ അടുത്തൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഹീറോ പറയുന്നുണ്ട്. അപ്പോഴാണ് അവർ ശബ്ദം കേൾക്കുന്നത്, എവിടെ പോകുന്നടാ ബ്രദറെ എന്ന് പറയുമ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ ബ്രദറാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഹീറോയ്ക്ക് പഴയ കാര്യമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവന്റെ ബ്രദർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവൻ കണ്ടത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബ്രദർ അവന്റെ യഥാർത്ഥ ഫോമിലോട്ട് വരുന്നുണ്ട്. അത് നേരത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കൊച്ചിൻ രൂപത്തിൽ കയറിയ ഒരു മോൺസ്റ്റർ, ആ മോൺസ്റ്റർ ആയിരുന്നു അത്. പെട്ടെന്ന് തന്നെ ആ മോൺസ്റ്റർ ആ ഒരു പാലം തകർത്തുകൊണ്ട് ആ പാർലറിന്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ കൂടെ അണ്ടർഗ്രൗണ്ടിൽ പോയതിനു ശേഷം ഗൺ എയിം ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ പിറകെ കൂടെ ആ ഒരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് കട്ട് US മിലിറ്ററി ആണെങ്കിൽ അവിടേക്ക് എല്ലാ ഡീമൺ ഹണ്ടേഴ്സിനും പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഡീമൺ ഹണ്ടർ പറയുന്നുണ്ട്, ഓ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറയുന്ന മറ്റേ സംസാരിക്കുന്ന മൊയിലുണ്ടല്ലോ അതിനെപ്പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ബ്രോക്കറാണ്, അവനെപ്പോഴും കള്ളം കുടിച്ച് കള്ളം പറഞ്ഞു നടക്കുന്ന ഒരു കള്ളനാണ്. പക്ഷെ അവൻ എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇപ്പൊ കേട്ടിട്ട് അവനിതിനെ പറ്റി എല്ലാം അറിയാൻ തോന്നുന്നു എന്ന് അവനാണെങ്കിൽ അയാളെ പറ്റി പറയാണ്. തൊട്ടടുത്ത സീനിൽ തന്നെ ആ ബ്രോക്കറിനെ ഒരു ബാറിൽ നിന്ന് പൊക്കുന്നുണ്ട്. അതിനുശേഷം ആ ബ്രോക്കറിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഓ നിങ്ങൾ പറയുന്ന സംസാരിക്കുന്ന മൊയല് എനിക്ക് അവനറിയാം എന്ന ബ്രോക്കർ ആ ട്രെയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ആൾക്ക് മുമ്പ് ആ സംസാരിക്കുന്ന മൊയിലെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ്റെ അടുത്ത് കുറെ പൈസ എന്നിട്ട് പറഞ്ഞു അവനൊരു ഡീമൺ ഹണ്ടറിനെ വേണമെന്ന്. എന്തിനാന്ന് വെച്ചാൽ നരകത്തിലെ വാതിൽ തുറക്കാൻ വേണ്ടി അവനൊരു ഡീമൺ ഹണ്ടറിന് ആവശ്യമുണ്ട് എന്നാണ് ആ മൊയിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അവനെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ തന്ന പൈസ അത് അത്രയ്ക്ക് കൂടുതലായിരുന്നു. ഞാനത് നോക്കിയില്ല. എൻ്റെ പരിചയത്തിലെ ഒരു ചെറുക്കൻ എനിക്ക് അറിയായിരുന്നു. അവന്റെ പേര് ഡാൻറ്റെ എന്നായിരുന്നു. പാവം അവന്റെ അമ്മ അവന്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അവന്റെ അച്ഛനും ബ്രദറും ഡീമൺസിന് അറ്റാക്ക് കാരണം ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അതിന് മിലിറ്ററിയിലത്തെ ആൾക്കാർ ഡാൻറ്റെ എന്ന് പറഞ്ഞ ഡീമൺ ഹണ്ടറിനെ നോക്കുമ്പോഴാണ് അത് നമ്മൾ ഹീറോ ആണത്. എന്നിട്ട് അവന്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവൻ ലാസ്റ്റ് ആയിട്ടുള്ള 5 മിഷൻസും അവൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ റീസൺ എന്താ നോക്കുമ്പോഴേ കാര്യം മനസ്സിലാവുന്നത് അവന് ബോറടിച്ചുകൊണ്ടാണ്. അവിടുന്ന് കേട്ട് ഡാൻറ്റിനെ കാണിക്കരുത്. ഇപ്പൊ ഡാൻഡെ മറ്റേ ഡീമണായിട്ട് ഫൈറ്റ് കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഡീമൺ ഡാൻഡിന്റെ കഴുത്തി കിടക്കുന്ന ആ ഒരു ചെയിൻ എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഡാൻഡെ ആ ഒരു ഡീമണിനെ ഡിഫീറ്റ് ചെയ്ത് താഴെ ഇരുത്തുകയാണ്. അപ്പൊ ഡാൻഡെ ആ ഡീമൺ ചോദിക്കുന്നുണ്ട്, നീ ആരാ നിന്റെ വിചാരം? അപ്പോഴെങ്കിലും ആ ഡീമൺ പറയുന്നുണ്ട്, ഞാൻ രൂപം മാറാൻ പറ്റുന്ന ഒരു പ്രത്യേകതര ഡീമണാണ്, പക്ഷെ നിനക്ക് നീ ആരാണ് അവരോടാത്തത് എന്ന് പറഞ്ഞ ശേഷം ആ ഡീമൺ രൂപം മാറി ഒരു പക്ഷിയെ ശേഷം അവിടുന്ന് പറന്നു പോവുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ US പ്രസിഡന്റ് ആണെങ്കിൽ മറ്റേ മുയിലിനെ പിടിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ ആൾക്കാർ മരിച്ചു, പക്ഷെ അതിലൂടെ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കട്ടിയത് വൈസ് പ്രസിഡന്റ് മറ്റേ ഏജന്റിനോട് ചോദിക്കുകയാണ്, അവനോട് സ്പാർട്ടിന് പറ്റിയെന്ന് ചോദിക്കാൻ അപ്പോഴാ ബ്രോക്കർ പറയാണ്, സ്പാർട്ട എനിക്കറിയാം, അയാള് ഒരു ഡീമൺ ആയിരുന്നു, ഒരു നല്ലവനായ ഡീമൺ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ചെകുത്താന്മാരും ഹ്യൂമൻസ് തമ്മിൽ അടി ഉണ്ടായിരുന്നപ്പോൾ ഈ സ്പാർട്ട വന്നിട്ടുണ്ടായിരുന്നു. അവനാണ് വന്നിട്ട് ഈ രണ്ടുപേരും തരംതിരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂമൻസും ചെകുത്താന്മാരും അടി ഉണ്ടായിരുന്നപ്പോൾ ഈ സ്പാർട്ട വന്നിട്ട് രണ്ടുപേരും തരംതിരിച്ചു. അങ്ങനെ രണ്ട് ലോകത്തിട്ടാക്കി. ഈ രണ്ട് ലോകത്തിലെ രണ്ട് ലോകം ആക്കിയത് ഒരു പ്രത്യേകതര കല്ലിന്റെ സഹായത്തോടെയാണ്. പിന്നെ ഈ കല്ല് ആരുടെ കാര്യം കിട്ടാതിരിക്കാൻ വേണ്ടി ഈ രണ്ട് കല്ല് രണ്ട് ഭാഗമാക്കി ലോകത്തിൽ രണ്ട് ഭാഗത്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആർക്കും അറിയില്ല ആ കല്ല് എവിടെയൊക്കെ ഉണ്ടെന്ന്. അപ്പോഴേ ഏജന്റും ആ ഒരു സോഡ് നോക്കിയിട്ട് പറയാണ്, അതെ ഈ സോഡിൽ മറ്റൊരു സ്റ്റോണിന്റെ ആവശ്യമുണ്ട്. ഇതിൽ ഒരു സ്റ്റോണ് മറ്റേ റാബിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതിൽ മറ്റേ സ്റ്റോൺ തപ്പിയാണ് ഈ റാബിറ്റ് നടക്കുന്നത്. അത് ആ വീഡിയോ തന്നെ കണ്ടതിന് ശേഷം ആ ഏജന്റ് പറയുന്നുണ്ട് വൈസ് പ്രസിഡന്റ് അടുത്ത്. അപ്പൊ പെട്ടെന്ന് അവിടെ ഒരാൾ വരുന്നുണ്ട്. അയാൾ ആരാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ല ആ റാബിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ അയാളായിരുന്നു അത്. അയാൾ ആ റൂമിൽ വന്നതിന് ശേഷം അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ആ റാബിറ്റ് ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഒരു ഡാൻഡെ പറഞ്ഞ ഹണ്ടറിന് തപ്പി നടക്കുകയാണ്. കാര്യം അവന്റെ കാര്യമാണ് ആ സ്റ്റോൺ ഉള്ളത്. ആ ഡാൻഡേനെ ആ റാബിറ്റ് പിടിക്കാൻ വേണ്ടി പല പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പ്ലാൻ മൊത്തം ചീറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ആ റാബിറ്റ് ഡാൻഡേനെ പിടിക്കാൻ വേണ്ടി വേറൊരു പ്ലാനും എന്തായാലും ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ വൈസ് പ്രസിഡന്റ് അവിടെ പറയുന്നുണ്ട്, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ആ ഡാൻഡെ പറഞ്ഞ ഹണ്ടറിനെ പിടിക്കണം. അവിടെ വെച്ച് എപ്പിസോഡ് 1 എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ഡെവിൽ മേക്കർ അതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നാളെ വേറെ എപ്പിസോഡിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് എക്സ്പ്ലനർ സൈനിങ് ഔട്ട്.